ശ്മശാനത്തിലേക്ക് എത്താൻ വഴിയില്ലാതെ ബാക്കുട സമുദായ അംഗങ്ങൾ. വയനാട് വൈത്തിരിയിലാണ് ഈ സമൂഹം വഴിയില്ലാത്തതിനാൽ മൃതദേഹം ചുവന്നെത്തിക്കുന്നത്. ഇത്തവണ ഇവരുടെ വോട്ട് നിർണായകമാകും. ഈ കാണുന്നതാണ് ശ്മശാനത്തിലേക്ക് പോകാനുള്ള ഏക വഴി. യാതൊരു വിധത്തിലും വാഹനമെത്താത്ത ഈ വഴിയിലൂടെയാണ് ചുമലിലേറ്റി മൃതദേഹങ്ങൾ മുകളിലെ ശ്മശാനത്തിലേക്ക് എത്തിക്കുന്നത്. കർണാടകയിൽ നിന്നും കുടിയേറി പാർത്തവരാണ് ബാക്കുട സമുദായക്കാർ. വർഷങ്ങൾക്ക് മുൻപ് വരുമ്പോൾ 2 or 3 ആയിരുന്ന കുടുംബം ഇന്ന് 80-ലേറെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ ശ്മശാനത്തിൽ എത്താനുള്ള ഒരു വഴിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴുള്ള വഴിയിലൂടെ ഇരുചക്ര വാഹനം പോലും കടന്നു പോകില്ല. മുകളിലേക്ക് വലിയ കയറ്റമാണ്. വഴിനീളെ ഉരുളൻകല്ലുകളും. അവ കഴിഞ്ഞെത്തിയാൽ പിന്നീടുള്ള നടക്കാൻ പാകത്തിന് മാത്രമുള്ള ഒരു പാത, അതും തേയിലത്തോട്ടത്തിനുള്ളിലൂടെ. ഞങ്ങൾ 25 വയസ്സ് മുതൽ ഇവിടെ ഞങ്ങൾ മറവ് ചെയ്യാൻ തുടങ്ങിയിരിക്കണം. ഞാൻ കുഴിയെടുക്കുന്ന ആളാണ്. 420 കുഴിമാടങ്ങൾ ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇവിടെ നടക്കാൻ വയ്യ. ഒരു രാത്രി മറവ് ചെയ്യാൻ ഒരു കുട്ടി മരിച്ചാലും ഇവിടെ കൊണ്ടുവരണമെങ്കിൽ രാത്രി പകരാവുന്ന ഏറ്റി വരണം. 4-5 ആൾക്കാർ പിടിച്ചിട്ട് ഇടവഴി കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു റോഡില്ല ഇവിടെ എത്തിപ്പെടാൻ പറ്റിയ ഒരു സാഹചര്യം. ചായക്കാട്ടിൻ്റെ ഇടയിൽ കൂടി നിരഞ്ഞിട്ട് ഓരോരുത്തർക്കും നടക്കാനുള്ള പാത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ശ്മശാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു റോഡ് അനുവദിച്ച് തരണം എന്നുള്ള താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. കിലോമീറ്ററുകളോളം ചുമന്നുകൊണ്ടാണ് മരണപ്പെട്ടയാളെ ശ്മശാനത്തിൽ എത്തിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നോ മറ്റുള്ള അധികൃതരിൽ നിന്നോ യാതൊരുവിധ സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജീപ്പ് പോകുന്ന തരത്തിലെങ്കിലും പാത ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത്തരത്തിൽ ദുർഘടമായ പാതകൾ താണ്ടി വേണം ഇവർക്ക് ഈ ശ്മശാനത്തിലെത്താൻ. വർഷങ്ങളായി ഈ വഴിയിലൂടെ ചുമലിലേറ്റിയാണ് മൃതദേഹങ്ങളെല്ലാം ഇവിടേക്ക് എത്തിക്കുന്നത്. വയനാട് നിന്നും അർജുൻ PS, ജനം.